രാവിലെ കുളിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന മനുവിൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിവിയുടെ റൂമിന് നേർക്ക് തുറക്കുന്ന ജനാലയിലേക്ക് പോയി. അവൻ മെല്ലെ ആ ജനൽപ്പാളി തുറന്ന് അപ്പുറത്തെ വീട്ടിലെ ജനാലയിലേക്ക് നോക്കി. അല്ല, ഇത് തുറന്നിട്ട് പോലുമില്ല. ഇനി ഒരിക്കലും അത് തുറക്കുകയില്ല. അത്രയേറെ വെറുതെ കഴിഞ്ഞല്ലോ ഈ ചതിയനെ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ചുമരിൽ ചാരി ആ നിൽപ്പ് നിന്നു മനു. ആഹാ, കൊള്ളാലോ. കാമുകിയെ കാണാൻ പറ്റാഞ്ഞിട്ടുള്ള സങ്കടാവും അല്ലേ കാമുകന്? അവൻ്റെ ആ നിൽപ്പ് കണ്ട് മുറിയിലേക്ക് കയറി വന്ന വിവ എത്ര അടക്കി പിടിച്ചിട്ടും പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു പോയി. വിഫയുടെ ശബ്ദം കേട്ട് കണ്ണു തുറന്ന മനു വേഗം കയ്യിലിരുന്ന തോർത്തുകൊണ്ട് മുഖം തുടച്ചു. ഇനിയും അവളെ മറക്കാനോ എന്നെ സ്നേഹിക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ മനു? വിഫ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സമയം വേണം. എല്ലാം നിനക്ക് അറിയുന്നതല്ലേ? കലങ്ങിയ കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അവൻ അവളെ നോക്കുപോലും ചെയ്യാതെ പറഞ്ഞു. സമയം വേണമെന്ന് പറഞ്ഞ്, പക്ഷെ എത്ര നാൾ വേണം മനു? ഇപ്പം തന്നെ ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ എൻ്റെ മുഖത്ത് പോലും ഒന്ന് നോക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോഴും ആ നശിച്ചവളെ കാണാൻ പറ്റുമോ എന്ന് നോക്കി അവിടെയും ഇവിടെയും നടക്കുന്നത് ഞാൻ കാണുന്നില്ലെന്ന് കരുതരുത്. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ വിഭ പറഞ്ഞു. നീ എന്ത് കാണുന്നതാണ് വിഭ? എല്ലാം നിനക്കറിയുന്നതാണ്. കല്യാണത്തിന് മുൻപേ നിന്നോട് ഞാൻ പറഞ്ഞതും എനിക്ക് സമയം വേണമെന്ന്. എത്ര ദിവസം എത്ര മാസം എന്നൊന്നും കണക്ക് വയ്ക്കാൻ എനിക്കറിയില്ല. പിന്നെ നിവിയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ പറഞ്ഞാൽ മതി. അവളെ കുറ്റക്കാരിയാക്കണ്ട. പിന്നെ എപ്പോഴും അവളുടെ പേര് നമുക്കിടയിൽ വലിച്ചിഴക്കുന്നത് നീയാണ്. കടുത്ത രോക്ഷത്തോടെ പറഞ്ഞിട്ട് തോർത്ത് വലിച്ചെറിഞ്ഞ് അലമാര തുറന്ന് ടീഷർട്ട് കയ്യിലെടുത്തുകൊണ്ട് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി മനു. അവൻ്റെ മുഖത്തും വാക്കുകൾ തെളിഞ്ഞ ദേഷ്യവും അതേ ദേഷ്യത്തോടെയുള്ള ഇറങ്ങിപ്പോക്കും കാണേ വിഫ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തിൽ തലയ്ക്ക് കൈയും വെച്ചിരുന്നു പോയി. അവൻ എവിടെ മോളെ? വിശക്കുന്നില്ലേ നിങ്ങൾക്ക്? കഴിക്കാൻ വരാൻ പറയും അവനോട്. നേരെ എത്രയായി? കുറച്ചു നേരം കഴിഞ്ഞിട്ടും താഴേക്കിറങ്ങി വന്ന വിഫയോട് വിമല പറഞ്ഞു. ആരോട് പറയാൻ? മനുവിനുള്ള ദേഷ്യത്തിൽ വിഫ അവരെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് തിരികെ ചോദിച്ചു. നീ എന്താ മോളെ ഈ പറയുന്നത്? ഇവിടെ മനുവിനെ അല്ലാതെ ആര് വിളിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്? അവളുടെ ദേഷ്യത്തിന് കാരണം അറിയാതെ വിമല തിരക്കി. എന്നോട് ചാടിത്തുള്ളിയിട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ മകനെ ഞാൻ ഇവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാനാണ്. പറയുമ്പോൾ ദേഷ്യം അടക്കാൻ കഴിയാതെ ടേബിളിലിരുന്ന ഗ്ലാസ് തട്ടി എറിഞ്ഞിട്ട് വിഭ പറഞ്ഞു. എന്താ വിഭേ, എന്താ പ്രശ്നം? എന്തായാലും ആൻറ്റിയോട് പറയേ. ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് നിന്നവളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് സൗമ്യമായി തിരക്കി വിമല. മനുവിന് ആ നശിച്ചവളെ മറക്കാൻ പറ്റുന്നില്ല ആൻറ്റി. ഇന്നും അവളുടെ മുറിയിലേക്ക് തുറക്കുന്ന ജനാലയ്ക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു മനു. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഒരു ഭാര്യ എന്ന നിലയിൽ എന്നോട് പെരുമാറിയിട്ടില്ല അവൻ. എന്തിനും ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല അറിയോ? ഏത് സമയം അവളുടെ ചിന്തയാണ്. ഏങ്ങിനടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് വിഭ അവിടെ തോളിൽ നെറ്റിമുട്ടിച്ചിരുന്നു. മോളെ ഇവിടെ നോക്ക്, ആൻറ്റി പറയട്ടെ. വിഭ പറഞ്ഞു കേട്ട് ഒന്ന് പതറിപ്പോയെങ്കിലും അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് വിമല പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ട് ആൻറ്റി എൻ്റെ ജീവിതം തകർന്നു? എനിക്ക് മനുവിന് എന്ത് ഇഷ്ടമാണെന്ന് ആൻറ്റിക്ക് അറിയാലോ. ആ ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഈ വിവാഹം നടത്താൻ മുൻകൈ എടുത്തത്. ഇതൊക്കെ എൻ്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ. കണ്ണും മുഖവും തുടച്ചുകൊണ്ട് വീരോടെ വിഭ പറഞ്ഞു. എൻ്റെ പൊന്നു മോള് ഇപ്പോൾ ആൻറ്റി പറയുന്നൊന്ന് കേൾക്ക്. അവൻ വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ ഭാവത്തിൽ വേവലാതിയോടെ വിമല പറഞ്ഞു. മനു നമ്മുടെ വഴിക്ക് വരണമെങ്കിൽ അവൾ ആ നാശം പിടിച്ച പെണ്ണ് ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവൾ അവിടെ കല്യാണം കഴിക്കാതെ ഉള്ളിടത്തോളം കാലം മനു എൻ്റേതാവില്ല. അവളെ ചതിച്ചെന്നൊരു കുറ്റബോധമാണ് ആൻറ്റി മനുവിന്. ആൻറ്റി തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ മനു അവനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവനെ. വിങ്ങി പൊട്ടിക്കൊണ്ട് വിഫ പറഞ്ഞു. മോള് കരയില്ലേ? അധികം വൈകാതെ ആൻറ്റി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അതുപോലെ ഇപ്പം മോള് ചെന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ മനുവിൻ്റെ മനസ്സോർത്തുള്ള സങ്കടവും അതോടൊപ്പം വിഫയുടെ ഉള്ളിൽ തൻ്റെ മകനോടുള്ള ഭ്രാന്തമായ സ്നേഹം കണ്ടൊരു സന്തോഷവും ഒരുപോലെ തോന്നുന്നുണ്ടായിരുന്നു. നീ എന്താ മനു ഇവിടെ വന്നിരിക്കുന്നത്? വീടിന് പിന്നിലെ പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു ഏത്ത വാഴക്കുല, 4-5 വള്ളിപ്പയറും 2-3 വഴുതനയും പച്ചമുളകുമൊക്കെ അടർത്തി എടുത്തുകൊണ്ട് വന്ന ദിവാകരൻ അവിടെ തിട്ടിലിരിക്കുകയായിരുന്ന മനുവിനെ കണ്ട് അവൻ അടുത്തേക്ക് വന്ന് തിരക്കി. ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ വന്നിരുന്നതാണ്. കലങ്ങിച്ചു വന്ന മിഴികളോടെ മനു പറഞ്ഞു. എന്താടാ, എന്തായാലും നീ കാര്യം പറയൂ. ദിവാകരൻ കയ്യിലിരുന്നതൊക്കെ തിട്ടയിൽ വെച്ചിട്ട് അവൻ്റെ അരികിലിരുന്ന് തിരക്കി. അച്ഛൻ അതൊക്കെ എടുത്തോണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. അയാളെ നോക്കാതെ അവൻ പറഞ്ഞു. അച്ഛനെ ഒരുപാട് പറഞ്ഞതാണ് നിവിയെ വീട്ടിൽ കളയരുതെന്ന്. അന്നമ്മയുടെ കരച്ചിൽ കണ്ട് വേദന തോന്നിയിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. ഇന്ന് അതോർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഞാൻ. മനസ്സിലോർത്തുകൊണ്ടവൻ മുഖം കുനിച്ചിരുന്നു. മനോ, വിഭയുമായി വഴക്കിട്ടോ നീ? കുനിഞ്ഞിരുന്ന് ഓരോന്നും ആലോചിച്ച് കൂട്ടുന്നവൻ്റെ തോളിൽ കൈവച്ചയാൾ ചോദിച്ചു. ഇണങ്ങിയിട്ട് വേണ്ട അച്ഛ പിണങ്ങാൻ. എനിക്ക് അവളുമായി അടുക്കാൻ പറ്റുന്നില്ല. ഓരോ നിമിഷവും നിവി അവളെ നഷ്ടമായതോർത്ത്
അല്ല നഷ്ടപ്പെടുത്തി കളഞ്ഞതോർത്ത് എനിക്ക് എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് അച്ഛാ. അയാളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട് വീങ്ങി പൊട്ടിക്കരഞ്ഞു മനു. മനു മനു അച്ഛനെ നോക്ക്. നിവി അവളിനി നിന്റെ ജീവിതത്തിലില്ല മോനെ. അത് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ പിടിപ്പിക്കേട് കൊണ്ടാണ് അവൾ നിനക്ക് നഷ്ടമായത്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞു. നിനക്കൊരു ഭാര്യയുണ്ട്. അവളാണ് ഇനി നിനക്കെല്ലാം. കഴിഞ്ഞതൊക്കെ മറന്ന് വിഫയോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങണം നീ. താലി കെട്ടിയ പെണ്ണിനെ മുന്നിലിരുന്ന് പൂർവ്വ കാമുകി ആലോചിക്കുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല മനു. അതിന് എത്ര ക്ഷമയുള്ളവളായാലും ഞങ്ങൾക്ക് നീയുള്ളൂ. നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതെപ്പോഴും നീ ഓർക്കണം. മുന്നിലിരുന്ന് വിങ്ങി പൊട്ടുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവാകരൻ പറഞ്ഞു. അന്നേരം മകൻ്റെ അവസ്ഥയോർത്ത് അയാളുടെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു. എനിക്കറിയാം അച്ഛാ. ഞാനായിട്ട് നഷ്ടമാക്കിയതൊന്നും എനിക്കിനി തിരിച്ചെടുക്കാനാവില്ല. അല്ല, അതിനുള്ള അർഹത എനിക്കില്ല. പക്ഷേ അവളിനി കൂടെ ഉണ്ടാവില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാതെ തകർന്നു പോകുന്നു. അവൾക്ക് പകരമാവാൻ ആർക്കൊന്നിനും ആവില്ലെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇരു കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് മനസ്സിലെ തോന്നലുകളും വേദനയും മനു അച്ഛനോട് തുറന്നു പറഞ്ഞു. മനു അയാൾ അലിപ്പോടെ വിളിച്ചു. അതിലേറെ മനോവേദനയുടെ മകനെ വിളിച്ചു. നേർമയിൽ ഒന്ന് മുളിട്ട് മുഖം ഉയർത്തി അച്ഛനെ നോക്കി മനു. ഇനി ഈ ജന്മം നിന്റെ പാതിയെ കൂടെയുള്ളത് വിഫയാണ്. നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. നീ അവളോട് ദേഷ്യം കാണിക്കാതെ പതിയെ അവളെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അവൾക്കൊപ്പം ജീവിച്ചു തുടങ്ങണം. അതിനെ കുറച്ച് നാൾ നിങ്ങൾക്ക് രണ്ടാളും മാത്രമായിട്ട് മാറി നിൽക്കാൻ നോക്ക്. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ മെല്ലെ പറഞ്ഞു. എന്നെക്കൊണ്ട് വിഫയെ സ്നേഹിക്കാൻ കഴിയുമെന്നറിയില്ല അച്ഛാ. എങ്കിലും ഞാൻ ശ്രമിക്കാം. ഇനി അഥവാ പറ്റുന്നില്ലെങ്കിൽ അവളെ ഞാൻ സ്വതന്ത്രയാക്കും. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ എന്ത് തീരുമാനമെടുത്താലും അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ അച്ഛൻ എൻ്റെ കൂടെ? ചോദിച്ചിട്ട് നനപൂർണ്ണ മെഴികളോടെ മനു അയാളെ നോക്കി. ഞാൻ എന്നും നിൻ്റെ നല്ലതിന് വേണ്ടിയേ എന്തും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടുമുള്ളൂ. ഇനി നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിനക്കൊപ്പം ഞാനും ഉണ്ടാകും. നിവ ഈ ജന്മം നിനക്ക് വിധിച്ചിട്ടില്ല എന്നോർത്ത് സമാധാനിക്കും മനു. നീ ഇനിയും ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ ഇപ്പോൾ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെല്ല്. അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വിട്ടു ദിവാകരൻ. പേറ്റമ്മ പറഞ്ഞ വിഫയുടെ സമ്പത്തിൻ്റെ കണക്കിൽ കാലിടറിപ്പോയി എന്നൊരു തെറ്റ് അവനും പറ്റിപ്പോയി. അതിന് അവൻ കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നെന്ന് ഇന്നവൻ തിരിച്ചറിയുന്നുമുണ്ട്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്തായിത്തീരും? എൻ്റെ മഹാദേവ, നീ തന്നെ അവന് തുണയെ നിൽക്കണേ മഹാദേവ. മകൻ്റെ തളർന്നുള്ള പോക്ക് കാണി വേദനയോടെ പ്രാർത്ഥിച്ചു ആ മനുഷ്യൻ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് നിനക്കറിയില്ലേ മനു? വീട്ടിലേക്ക് വന്ന് കയറുതും വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവന് മുന്നിലേക്ക് വന്ന് നിന്നു വിമല. ഞാനതിന് വേറെ എവിടെയും പോയതല്ല, ആ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അമ്മയും അവർക്ക് പിന്നിൽ വീർത്ത മുഖത്തോടെന്ന വിഫയും നോക്കി ശാന്തമായി മനു പറഞ്ഞു. അവിടെയായാൽ എന്താ, നിനക്ക് മോളോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അവൻ്റെ മുഖത്തെ ശാന്തത കാണി അവരും ഒന്ന് തടുത്തു. ആളി നിന്ന് ഇങ്ങോട്ട് വരൂ ആരെയെ? വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അഫി അവളോട് തിരക്കി. വൈകിട്ട് വരുവേട്ടാ എന്നോട് ചോദിച്ചു. ഇന്ന് അങ്ങോട്ട് ചെല്ലുമോന്ന്. ദേവുവിൻ്റെ തലമുടി ഇരുവശവും പിന്നിടുന്നതിനിടയിൽ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ശാന്തമായി തിരക്കി അബി. വൈഷ്ണവി അവിടെ ഉള്ളിടത്തോളം ഞാൻ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞു. ആര്യം എല്ലാം പറഞ്ഞു. അല്ല ചേച്ചി, ആ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ അവൻ ചത്തു പോകുമെന്നൊക്കെ പറഞ്ഞല്ലേ അന്ന് ആ കല്യാണം നടന്നത്. ഇപ്പോൾ അവൾ പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവന് വിഷമമൊന്നുമില്ലേ? ജലദോഷം കൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ ആഞ്ചു തിരക്കി. ആകാശ് അമേരിക്കയിൽ പോകുന്നെന്ന് 6 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. നീ അത് വിശ്വസിച്ചു ആരെയെ? ഇതൊന്നുമല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ആഫിക്കും വേദനും ഉച്ചത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുവരുമ്പോൾ രാധിക പറഞ്ഞു. അവിടെ എന്ത് പ്രശ്നമോ ഉണ്ടാവട്ടെ, അവളെ അവിടെ നിർത്താനാണ് തീരുമാനമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി. ആരോട് അതും പറഞ്ഞിട്ട് കഴിക്കാനുള്ളത് അവിടെ കയ്യിൽ വാങ്ങി ബാഗിൽ വെച്ചു അബി. അങ്ങനെ എല്ലാ കാര്യത്തിലും വാശി പിടിക്കാൻ പറ്റുമോ അബി? അവർക്ക് അവൻ പറഞ്ഞത് കേട്ട് വല്ലായ്മ തോന്നി. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. ഇന്ന് അവർ ഇവളെ പിടിച്ചു തള്ളി, എങ്കിൽ നാളെ മുഖത്തടിക്കും. ഇതിനു മുൻപ് ഞാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാണ് അവിടുത്തെ പൊറുതി മതിയെന്ന്. അന്ന് അമ്മയും നീ കൂടെയാണ് അവിടെ നിന്നോളാം എന്നൊരു തീരുമാനമെടുത്തത്. ഇപ്പോഴും ഞാൻ പറയുന്നു, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ അമ്മയും മോളി, ഇനി നീ തീരുമാനിക്കും പോണോ വേണ്ടേന്ന്. രോക്ഷം നിറഞ്ഞ ശബ്ദത്തിൽ രണ്ടാളെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞിട്ട് അവൻ ഭാഗമെടുത്ത് വേദനയും കൂട്ടി പോകാനിറങ്ങി. ഏട്ടൻ ഇന്ന് മുരിങ്ങയിലയാണോ എഴുതി കറിയായിട്ട് കൊടുക്കുന്നേ? ഉച്ചയ്ക്ക് മുരിങ്ങില തേങ്ങ ചേർക്കാതെ വറുത്തെടുക്കുന്ന കണി നിവി സങ്കടത്തിൽ തിരക്കി. ഉണക്ക കൊഴുവ ചമ്മന്തി ആക്കിയിട്ടുണ്ട് കുഞ്ഞി. നിനക്ക് ഏട്ടത്തി മോരും പിന്നൊരു മുട്ട കൂടെ ഓംലേറ്റ് ഉണ്ടാക്കി തരാം കേട്ടോ. അവളുടെ മുഖത്തെ വല്ലയ്മ കാണി ലക്ഷ്മി പറഞ്ഞു. എനിക്ക് സ്പെഷ്യലൊന്നും വേണ്ട, എനിക്കെൻ്റെ ഏട്ടനും ഏട്ടത്തേക്കും കഴിക്കുന്നത് എന്താണോ അത് മതി. പിന്നീട് ലക്ഷ്മി പുണർന്നുകൊണ്ട് നിവി പറഞ്ഞു. എത്രയും ദിവസമായി കുഞ്ഞി നീ നല്ല കറിയൊക്കെ കൂട്ടി ഇത്തിരി ചോറ് കഴിച്ചിട്ട്?
വല്ലായ്മയുടെ ലക്ഷ്മി അവളെ പിന്നിലേക്ക് പിടിച്ചു നിർത്തി ചോദിച്ചു. അതിനിപ്പോൾ എന്താ, നിങ്ങൾ രണ്ടാളും ഇത് തന്നെയല്ലേ കഴിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇത് മതി. ലക്ഷ്മിയുടെ കവിൾ ചുണ്ടെന്ന് അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ലക്ഷ്മിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹമോ വാത്സല്യമോ ഒക്കെ തോന്നി. അഞ്ജുവിനെ ഇങ്ങോട്ട് കാണുന്നേ ഇല്ലല്ലോ. കുഞ്ഞി, നീ അവളെ വീട്ടിലേക്ക് വിളിക്കാറില്ലേ? കറി അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ട് ലക്ഷ്മി ചോദിച്ചു. അവിടെ അവളെ ചേച്ചിയും വേദൂട്ടിയും വന്നിട്ടുണ്ട്. പിന്നെ അവളെ ചേട്ടൻ എറണാകുളത്തെ ജോലി മതിയാക്കി ഇവിടെ നമ്മുടെ ടൗണിലെ അലിയാർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരാത്തത്. ഇന്ന് വൈകിട്ട് ചിലപ്പോൾ അവളും അവളെ ചേട്ടനും വരും. ലക്ഷ്മിയുടെ കവിളിൽ നുള്ളിയും മുഖത്ത് പാർവിണ തലമുടി ഒതുക്കി വെച്ചു കൊടുത്തുമൊക്കെ പെണ്ണ് കാര്യം പറയുന്നത് കാണേ ലക്ഷ്മി കണ്ണു നിറഞ്ഞു. സുമയമ്മ മരിക്കും മുൻപ് ഇതുപോലെ കുഞ്ഞി അടുക്കളയിൽ വന്ന് ഇരുന്ന് കഥ പറയുന്നതും അമ്മയുടെ കവിളിൽ കിള്ളുന്നതും തലമുടി ഒതുക്കി വെച്ച് കൊടുക്കുന്നതുമൊക്കെ ഇപ്പം തന്നിലും അവൾ അമ്മയാണ് കാണുന്നതെന്ന് ഓർക്കെയാണ് ലക്ഷ്മിക്ക് കണ്ണു നിറഞ്ഞു പോയത്. എന്തിനിപ്പോൾ കണ്ണു നിറയ്ക്കുന്നേ? ഞാൻ കവിൾ നുള്ളിയത് നൊന്തോ ഏട്ടത്തി? ലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞ കണ്ടൊരു വല്ലായ്മയുടെ നിവി അവൾക്ക് അടുത്തേക്ക് ചേർന്നെന്ന് ചോദിച്ചു. ഇല്ല എൻ്റെ കുഞ്ഞി, ഞാൻ വേറെന്തോ ഓർത്തു നിന്ന് പോയതാണ്. പറഞ്ഞുകൊണ്ട് അവൾ കറി മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. അപ്പം ഞാനെത്ര നേരം പറഞ്ഞൊന്നും ഏട്ടത്തി കേട്ടിട്ടില്ലേ? കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് പെണ്ണ് ചോദിക്കുന്ന കേൾക്കെ ലക്ഷ്മിക്ക് ചിരി വന്നു. മുൻപും ഇങ്ങനെയാണ് അവൾ. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കേൾക്കുന്നവർ അവളെ ശ്രദ്ധിച്ചിരിക്കണം. ആ കാര്യത്തിലാണ് മിക്കവാറും അച്ഛനോടും അമ്മയോടും പെണ്ണ് ചിണങ്ങിയത്. എന്നാൽ രഞ്ജു ഒരിക്കലും അവളെ കേൾക്കാതെ ഇരിക്കില്ല. അവസാനത്തെ പൊട്ടും പൊടിയും വരെ അവൾ പറഞ്ഞു തീർക്കും വരെ യാതൊരു മടുപ്പുമില്ലാതെ കേട്ടിരിക്കും. എന്നെ കളിയാക്കി ചിരിച്ചാൽ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. മുഖം ഒരു കൊട്ടയ്ക്ക് വലിച്ചു കയറ്റി വെച്ചോണ്ട് നിവി പറഞ്ഞു. എൻ്റെ കുഞ്ഞി, നീ ഇത്രയും നേരവും പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പിന്നെ ചിരിച്ചത് എൻ്റെ പഴയ കുഞ്ഞി പെണ്ണെ മുന്നിൽ കണ്ട സന്തോഷം കൊണ്ടാണ്. മനസ്സ് നിറഞ്ഞ ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് ലക്ഷ്മി. ഏട്ടാ, പിന്നെയുണ്ടല്ലോ. നിവി ഏട്ടനോട് ചേർന്നിരുന്നുകൊണ്ട് മെല്ലെ പറയാൻ തുടങ്ങി. പറഞ്ഞോടി, എന്തിനാ എൻ്റെ കുഞ്ഞിക്കൊരു മടി? ചെറുചിരിയോടെ നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അതില്ലേട്ടാ, ഞാൻ പറയുമ്പോൾ ഏട്ടന് ദേഷ്യം തോന്നില്ലേ? ആലോചിച്ച് നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാര്യമായി എന്തോ പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവിടെ നിന്ന് നിരഞ്ജന് മനസ്സിലായി. അതൊക്കെ അത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് പറയുന്ന ശരിയായ കാര്യങ്ങൾക്ക് ഏട്ടൻ എന്തെങ്കിലും മറുത പറഞ്ഞിട്ടുണ്ടോ? അവളുടെ കൈ പിടിച്ച് വിരലിൽ ഞൊട്ട പൊട്ടിച്ചുകൊണ്ട് നിരഞ്ജൻ തിരക്കി. അവൻ ചോദിച്ചതിന് മറുപടി നിവി ചുമലിൽ കുലുക്കി ഒപ്പം ഒന്ന് മൂളുകയും ചെയ്തു. എന്നാൽ വേഗം കാര്യം പറഞ്ഞു. ഇങ്ങനെ വലിച്ചു നീട്ടണ്ട. നിരഞ്ജൻ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, പിന്നെ അഞ്ജുൻ്റെ ചേട്ടനെ ഇന്ന് ചിലപ്പോൾ ഇവിടെ വരും. അതിന് അവൾ പറഞ്ഞു നിർത്തിയതും അവൻ ചോദിച്ചു. ഞാൻ പറയട്ടെ ഏട്ടാ, തോക്കിൽ കയറി വെടി വയ്ക്കലേ. ലക്ഷ്മി വാതിൽ നിൽക്കുന്ന കാണി കള്ളച്ചീരോടെ നിവി പറഞ്ഞു. എഴിടി, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു. അവൻ വരുന്നതിന് ഞാനെന്ത് വേണം? താലപ്പൊലിയുമായി കാത്തു നിൽക്കണോ? കപട ഗൗരവത്തോടെ നിരഞ്ജൻ തിരക്കി. ഓ എൻ്റെ കണ്ണ, ഇതിനെ എൻ്റെ ഏടത്തെ എങ്ങനെ സഹിക്കുന്നാവോ? അവൻ്റെ ആ ചോദ്യം കേൾക്കെ നിവി കണ്ണുകൾ ഉരുട്ടി പിടിച്ച് പിണക്കം നിറഞ്ഞ മുഖത്തോടെ നിരഞ്ജനെ നോക്കി പറഞ്ഞതും അതുകൂടെ കേട്ട് രണ്ടിൻ്റെയും മുഖഭാവം കൂടെ കാണി പൊട്ടി വന്ന് ചിരി അടക്കി പിടിച്ചു ലക്ഷ്മി. ഏട്ടൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിവിയുടെ പിണക്കം നിറഞ്ഞ മുഖം കാണി നിരഞ്ജൻ അവളെ തോളിയുടെ കൈ ചുറ്റി ഇരുന്ന് തിരക്കി. പറഞ്ഞ് തീരുവരെ മിണ്ടാണ്ടിരുന്ന് കേൾക്കുമോ? ചുണ്ട് ചുളുക്കി പിടിച്ചിരുന്ന് നിവി തിരക്കി. കേട്ടോളാം, ഏട്ടൻ്റെ കുഞ്ഞു പറഞ്ഞു. മുഖം ചേരിച്ച് അവളെ നെറ്റിയുടെ സൈഡിൽ മെല്ലെ നിന്ന് മുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഏട്ടത്തിയുടെ കൂടെ ഇവിടെ വന്നിരുന്നേ. എനിക്ക് രണ്ടാളും കേൾക്കാണ് പറയാനുള്ളത്. നേരത്തെ പോലെ തന്നെ ചുണ്ട് ചുളുക്കി വെച്ചുകൊണ്ട് തന്നെ നിവി വിളിച്ചു. അഞ്ജുവിൻ്റെ ചേട്ടൻ ഇവിടെ വരുമ്പോൾ ഏട്ടൻ ആ ചേട്ടനോട് എന്തെങ്കിലും സംസാരിക്കണം. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ സഹായിച്ച ആളല്ലേ ഏട്ടാ. അതുപോലെ എറണാകുളത്തും ആ ചേട്ടനെ ഹെൽപ്പ് ചെയ്തില്ലേ? ആ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പാവാണ്. ലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നതും മടി ഏതും കൊണ്ടത് രണ്ടാളെയും മാറി മാറി നോക്കി നിവി പറഞ്ഞു. നിരഞ്ജനൊന്നും മിണ്ടാതെ അവൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്നോർത്ത് നിവിയെ തന്നെ നോക്കിയിരുന്നു. ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റല്ലോ ഏട്ടാ. ആ ആളെ നഷ്ടമാവാതിരിക്കാനല്ലേ കൂടെ കൂട്ടിയത്. എന്നിട്ട് എല്ലാവരും കൂടെ ആ ചേട്ടനെ കൊല്ലാൻ നോക്കി. സ്നേഹിച്ച പെണ്ണ് ചതിക്കുകയും ചെയ്തു. എന്നിട്ട് കള്ള കേസും ചീത്ത പേരും ആ ചേട്ടന് മാത്രം. അല്ലെങ്കിലും ഇന്ന് ആത്മാർത്ഥതയ്ക്ക് ഇന്ന് എന്ത് വിലയാണുള്ളത്? എല്ലാവർക്കും പണവും സ്ഥാനമാനങ്ങളും ഉള്ളവരെ മാത്രം മതി. ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ നിവി പറഞ്ഞു. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർ പറഞ്ഞതല്ലേ, അല്ലാതെ നമുക്ക് അവരെക്കുറിച്ചൊന്നും തന്നെ അറിയില്ലല്ലോ. എന്തോ ഓർത്തിരുന്നുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എനിക്കറിയേട്ടാ, 2 ദിവസം അവിടെ നിന്നപ്പോൾ ആ ചേട്ടൻ്റെ പെരുമാറ്റം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുപോലെ അഞ്ജു, അവൾക്ക് വേണമെങ്കിൽ എന്നോടൊന്നും പറയാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അവളോ രാധുമ്മയോ ഒന്നും എന്നോട് ഒരു കാര്യവും ഒളിപ്പിച്ചു വെച്ചില്ല. അതുകൊണ്ട് ആരെയും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ ഈ ഏട്ടനെ പോലെ വിശ്വാസമാണ്. ആ ആളെയും സങ്കടത്തിൽ പറഞ്ഞിട്ട് നിരഞ്ജനെ നോക്കി കണ്ണ് നിറച്ചിട്ട് അവൻ്റെ തോളിൽ തന്നെ ചാഞ്ഞിരുന്നു പെണ്ണ്. അപ്പോൾ അഭിജിത്തിന് എൻ്റെ കുഞ്ഞിക്ക് ഭയങ്കര വിശ്വാസമാണ് അല്ലേ? ആ, അത് മാത്രമല്ല, അവൻ ഇവിടെ വന്നാൽ ഞാൻ അവനോട് മിണ്ടുവാൻ വേണം.
അവളെ ചേർത്ത് പിടിച്ച് ഇരുന്നുകൊണ്ട് നിരഞ്ജൻ തിരക്കി. നിവി മെല്ലെ ഒന്ന് മോളി. അവൻ്റെ ചോദ്യവും പെണ്ണിൻ്റെ മുകളിലും കെട്ടി ലക്ഷ്മി ചിരിച്ചു പോയി. എന്നെ കളിയാക്കണ്ട. ഏട്ടത്തി നോക്കി കണ്ണൊട്ടിക്കൊണ്ട് നിവി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ അവൻ പാവാണോന്ന്. എന്നിട്ട് ഞാൻ മിണ്ടുവോ ചിരിക്കോ ഒക്കെ ചെയ്തേക്കാം പോരെ ഏട്ടൻ്റെ കുഞ്ഞിക്ക്. നിവിയുടെ തലയിൽ താടി ചേർത്തിരുന്ന് വെച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അന്നേരം അവൻ്റെ ചൊടികൾ എന്തിനും മനോഹരമായിന്ന് വിടർന്നിരുന്നു. നിങ്ങളത് എന്ത് വർത്തമാനമാണ് മനുഷ്യ പറയുന്നത്? എൻ്റെ പിള്ളേർ എന്തിനാ ഇവിടുന്ന് മാറി നിൽക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇവിടുന്ന് പോകണമെന്നാണെങ്കിൽ ആ തലതെറിച്ച പെണ്ണാണ് പോവേണ്ടത്. എനിക്കാകെ ഒരെണ്ണമേ ഇടും. അവൻ്റെ ജീവിതത്തിലെ സന്തോഷമാണ് എൻ്റെ ഈ സന്തോഷം. കുറച്ച് ദിവസം മനവും വിഫയും ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് ദിവാകരൻ പറഞ്ഞതും കടിച്ചു കീറാൻ എന്നതുപോലെ ചാടി വീണു വിമല. നീ എന്നോട് ചാടി കഴിച്ചിട്ട് ഒരു കാര്യമില്ല വിമലെ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നിവിയാണ്. ഇവിടെ നിന്നാ അവളെ കാണുന്ന ഓരോ നിമിഷവും അത് രണ്ടു കൂട്ടർക്കും കൂടുതൽ സങ്കടങ്ങൾ വഴിതെളിക്കുള്ളൂ. അവൻ്റെ ആ സങ്കടം മാറ്റാനാണോ നിങ്ങൾ അവനോട് ഒളിച്ചിടാൻ പറയുന്നത്? അതിലും നല്ലത് ആ തലതീർച്ചയോടെ ആടെയെങ്കിലും തലയിൽ വെച്ചു കൊടുക്കുന്നതല്ലേ? വെറുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ വിമല പറഞ്ഞു. നീ അതിനെ പ്രാകാം. നിന്റെ മകൻ്റെ പിന്നാലെ ആ കൊച്ചു വന്നോടി. നിന്റെയും നിന്റെ മോനുമാണ് ആ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞത്. അതവൾ അംഗീകരിച്ചല്ലോ. പിന്നീട് അവൾ നിന്റെ മോൻ നിൽക്കുന്നിടത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പിന്നെയും പിന്നെയും അതിനെ പറയാൻ നിനക്ക് ഒരു ഉളുപ്പില്ലേ വിമലെ? അയാൾക്കടുത്ത ശോഭത്തോടെ തിരക്കി. പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് സ്വന്തം മോനേക്കാൾ വലുതാണ് ആ നശിച്ചവളെന്ന് തോന്നുമല്ലോ. എല്ലാവരെയും സോപ്പിട്ട് മയക്കി വെച്ചിരിക്കുകയാണ് നാശം പിടിച്ച അസ്വത്ത്. അതടി എനിക്ക് ആ കുഞ്ഞു വലുതാണ്. അതിനെ പ്രസവിച്ചിട്ടപ്പോൾ മുതൽ കാണുന്നതാണ് ഞാൻ. വെറുക്കാനോ കുറ്റം പറയാനോ ഉള്ളതൊന്നും ആ പെൺകുട്ടി ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവനും നീയും നിന്റെ മോനുമാണ്. നീ കാരണമാണ് മനു ആ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് അവന് സന്തോഷമുണ്ടോ? അതുമില്ല. ആ പെങ്കൊച്ചിൻ്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീരിനും നീ ഒരിക്കൽ സമാധാനം പറയേണ്ടി വരും വിമലയെ. ചെയ്ത തെറ്റിൽ യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത അവളുടെ വർത്തമാനം കേൾക്കി പറയാതിരിക്കാൻ അയാൾക്കായില്ല. അവളെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാത്തതിൻ്റെ പേരിൽ ആര് ചോദിച്ചാലും ഞാൻ മറുപടി പറഞ്ഞോളാം. പതിവ് പുച്ഛത്തോടെ വിമല പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി. മനുഷ്യ ചോദിച്ചാൽ നിനക്ക് മറുപടി പറയാം. പക്ഷെ ദൈവത്തോട് പറയാനുള്ളത് കരുതി വെച്ചു. അസഹ്യത്തോടെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി.